നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാർ നടത്തുന്ന നഴ്സറി ടീച്ചർ ട്രെയിനിങ്ങിനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസിലേക്ക് പോകാം. അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പൊതു നിബന്ധനകളാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. 45% കുറയാതെ മാർക്കോടെ ഹയർ സെക്കൻഡറി പാസ്സായിരിക്കണം എന്നുള്ളതാണ്. പട്ടികവർഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതി. അതുപോലെ OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 2% മാർക്കളവുണ്ട്. അപ്പോൾ 43% മാർക്കാണെങ്കിൽ പോലും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. NCTയുടെ നിർദ്ദേശത്തിനനുസരിച്ചുള്ള സീറ്റുകളിൽ മാത്രമേ അഡ്മിഷനുള്ളൂ. അതുപോലെ നമുക്ക് നേരിട്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് സ്ഥാപനത്തിലാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നേരിട്ട് നമ്മൾ ഹാജരായി ആപ്ലിക്കേഷൻ ഫോം എത്തിക്കേണ്ടതാണ്. പ്രായപരിധി എന്ന് പറയുന്നത് 17-നും 33 വയസ്സിനും ഇടയിലായിരിക്കണം. അത് 1/6/2022 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി 33 വയസ്സാണ്. അതുപോലെ SC/ST വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷവും അതുപോലെ OBCക്ക് 3 വർഷവും ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ OBCക്കാർക്ക് 36 വയസ്സ് വരെയും SC/STക്കാർക്ക് 38 വയസ്സ് വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഗവൺമെൻറ് അംഗീകൃത പ്രീ പ്രൈമറി വിഭാഗങ്ങളിലെ ടീച്ചർമാരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് 2 വർഷത്തെ അധ്യാപക പ്രവൃത്തി പരിചയത്തിന് 1 വർഷത്തെ വയസ്സിളവ് എന്ന തോതിൽ പരമാവധി 3 വർഷം വരെ വയസ്സിളവ് ലഭിക്കും. പ്രവൃത്തി പരിചയത്തിനുള്ള സാക്ഷ്യപത്രം അതായത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയത് തന്നെ നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം വെച്ചിരിക്കണം. അപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അപേക്ഷാ ഫോറം എങ്ങനെയാണെന്നുള്ള അതിൻ്റെ മാതൃക വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് education.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. അത് തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൃത്യമായിട്ട് സ്ഥാപനത്തിൽ എത്തിക്കണം. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പുറകെ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ +2ൻ്റെ മാർക്ക് അടിസ്ഥാനമാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ട് അതിൽ നിന്ന് സാമുദായികമായിട്ടുള്ള സംവരണങ്ങളെല്ലാം കണക്കാക്കിയാണ് നമുക്ക് അഡ്മിഷന് കോഴ്സിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങൾ അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന തരത്തിലുള്ള ഫീസ് നമ്മൾ കൊടുക്കണം. പെർ മന്ത് നമ്മൾ 1480 രൂപ ഫീസും അതുപോലെ അഡ്മിഷൻ ഫീസ് 100 രൂപ, ഡെവലപ്മെൻറ്റ് ഫീസ് 10,000. അത് 1 വർഷത്തേക്കാണ്. നമ്മുടെ കോഴ്സ് 2 വർഷത്തേക്കാണ്. അപ്പോൾ 2 വർഷവും നമ്മൾ 10,000 വെച്ചിട്ട് 20,000 രൂപ അടയ്ക്കണം. ആപ്ലിക്കേഷൻ ഫീ 100 രൂപ പ്രത്യേകിച്ചും കൊടുക്കണം. ഈ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് നമ്മൾ മാനേജറുടെ പേരിലെടുത്ത 100 രൂപയുടെ DDയും കൂടി അപേക്ഷയോടൊപ്പം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണെങ്കിൽ ഈ അപേക്ഷാ ഫീസ് കൊടുക്കണ്ട, നമുക്ക് നേരിട്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോം സ്ഥാപനത്തിൽ കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന വിജ്ഞാപനം അനുസരിച്ച് 6/9 6-ാം തീയതി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നമ്മൾ അതാത് PPTTAകളിൽ നമ്മൾ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഈ നഴ്സറി ട്രെയിനിങ് എന്ന് പറയുന്ന കോഴ്സുകളിലേക്ക് മാറിയിരിക്കുന്നത്. നേരത്തെ ആയിരുന്നു അതിൻ്റെ പേര് അങ്ങനെ, ഇപ്പം അത് പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. ഇപ്പം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം BEdനും TTCക്കും ഒക്കെ അപേക്ഷിക്കാൻ കഴിയാതെ മാർക്ക് കുറഞ്ഞിരുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന ഭാവിയിൽ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തോടനുബന്ധിച്ച് തന്നെ നഴ്സറി ട്രെയിനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പോസ്റ്റ് നഴ്സറി ടീച്ചർ പോസ്റ്റ് ഒരുപാട് ഇനി PSCയിൽ അപേക്ഷയോടൊപ്പം വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് 2 വർഷത്തെ കോഴ്സ് ചെയ്യുന്നത് വളരെയധികം ജോലി സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഫോട്ടോ കോപ്പി നമ്മൾ ഇതിനോടൊപ്പം എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം അറ്റസ്റ്റ് ചെയ്തിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റസ്റ്റഡ് എന്ന് എഴുതി താഴെ സൈൻ ചെയ്ത് ഡേറ്റ് ഇടണം. സ്വന്തമായിട്ടത് ഏത് ഫോമാണോ അല്ലെങ്കിൽ ഏത് സർട്ടിഫിക്കറ്റ് ആണോ നമ്മളിൽ ഇരിക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒപ്പിട്ട് ഡേറ്റും വെക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തത് നിരസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസൽ സർട്ടിഫിക്കറ്റുകളും TCയും ഒക്കെ തന്നെ പ്രവേശന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഹാജരാക്കുകയും വേണം. നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ 3 എണ്ണമാണ് ഉള്ളത്. അവിടെ വളരെ തുച്ഛമായ ഫീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫീസ് തന്നെ ഇല്ല എന്ന് തന്നെ രീതിയിൽ തന്നെ നമുക്ക് പറയാം. 60 സീറ്റ് നമ്മുടെ കോട്ടൺ ഹില്ലിലെ ശാസ്തമംഗലത്തുള്ള കോളേജിലുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് PPTTI ആണ്. അതുപോലെ നമുക്ക് അയൺ ബ്രിഡ്ജ് ആലപ്പുഴ ഒരെണ്ണം ഉണ്ട്. അവിടെ 30 സീറ്റുകളേ ഉള്ളൂ. നമുക്ക് നടക്കാവ് കോഴിക്കോട് 50 സീറ്റുകളുള്ള ഒരു PPTTI ഉണ്ട്. ഇത്രയാണ് നമ്മളെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ. അപ്പോൾ ഏകദേശം
ഒരു കുറച്ച് സീറ്റുകൾ മാത്രമാണ് നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന ലിസ്റ്റ് നമ്മളെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഇതിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ ഫീസ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും നമുക്ക് ജയഭാരത് PPTTI ഉണ്ട് ആറ്റിങ്ങലുള്ളത്, അതുപോലെ അബ്ദുൽ സലാം PPTTI ചന്ദനത്തോപ്പ് കൊല്ലം, അതുപോലെ കസ്തൂർബ ഗാന്ധി സ്മാരക PPTTI അത് തേവള്ളിയാണ്, അതും കൊല്ലം തന്നെയാണ്. അതുപോലെ മാർത്തോമ PPTTI നമുക്ക് മഞ്ചാടി PO തിരുവല്ല വരുന്നുണ്ട്. ശ്രീനാരായണ PPTTI വരുന്നുണ്ട് ഭരണിക്കാവ് കായംകുളം നോർത്ത്. അതുപോലെ ബേക്കർ മെമ്മോറിയൽ PPTTI കോട്ടയം. നോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് പോവാം. അടുത്തത് നമുക്ക് SH PPTTI പാലയാണ് കോട്ടയത്തുള്ളത്. അതുപോലെ എഴുത്തച്ഛൻ സ്മാരക PPTTI ഉണ്ട്, അത് എറണാകുളത്ത് വരുന്നത്, എറണാകുളം നോർത്താണ്. അതുപോലെ തന്നെ വിദ്യ PPTI ഒല്ലൂർ തൃശ്ശൂർ വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. ഓരോന്നിൻ്റെയും മാക്സിമം സീറ്റിൻ്റെ നമ്പർ കൂടി സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ പേരും, അത് ബ്ലോക്ക് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം. പാരൻറ്റിൻ്റെ പേരും അത് റിലേഷൻഷിപ്പും വേണം. അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ ഹസ്ബൻഡാണോ എന്നുള്ളത് വേണം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അവർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന കൃത്യമായിട്ടുള്ള അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ നമ്പരും ഒക്കെ വേണം എഴുതാൻ. ടെലിഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം. അടുത്ത കോളത്തിൽ ഏജും ഡേറ്റ് ഓഫ് ബർത്തും ആണ്. അതുപോലെ നമ്മുടെ സെക്സും ചോദിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ SC/ST ആണോ, നമ്മുടെ കമ്മ്യൂണിറ്റി എന്താണ് എന്നൊക്കെ ഉള്ളതാണ്. അതുപോലെ ആപ്ലിക്കൻറ്റിൻ്റെ മദർ ടങ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് ആണ്. +2 നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നു, അത് 10+2 എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി എന്നറിയപ്പെടുന്നത്. അതുപോലെ സെക്കൻഡറി ആണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം ഏതാണെന്നുള്ളത്. അതിൻ്റെ രജിസ്റ്റർ നമ്പരും പാസിംഗ് ഇയറും വേണം. ഏത് ബോർഡ്, ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡാണോ അല്ലെങ്കിൽ CBSE ആയിരുന്നോ ICSE ആയിരുന്നോ അത് ഏതാണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. എത്ര ചാൻസിലാണ് പാസ്സായത്, അതായത് സേ എഴുതിയതാണെങ്കിൽ സെക്കൻഡ് ചാൻസ് ആണ്, അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങ് പാസ്സായതാണെങ്കിൽ ഫസ്റ്റ് ചാൻസ്, വീണ്ടും നമ്മൾ എഴുതേണ്ടി വന്നു എങ്കിൽ തേർഡ് ചാൻസ്. ഇങ്ങനെ നമ്മൾ മാറി മാറി എഴുതണം. അതിൽ എത്ര ടോട്ടൽ മാർക്ക് കിട്ടി, അതിൻ്റെ പെർസെൻറ്റേജ്, ഇത്രയാണ് ഈ ഒരു ക്വാളിഫിക്കേഷനകത്ത് ഫില്ല്. ഇനി നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിഗ്രി എഴുതണം. BA ആണോ BSc ആണോ BCom ആണോ എന്നുള്ളത്. അതുപോലെ അതിൻ്റെ രജിസ്റ്റർ നമ്പർ, അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, അതിൻ്റെ ടോട്ടൽ മാർക്ക് കിട്ടിയത് എന്താണ്, അതിൻ്റെ അഡീഷണൽ ഇനി എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് മൂന്നാമതായിട്ട് ചേർക്കാവുന്നതാണ്. നമ്മൾ ഡ്രാമയിലോ മ്യൂസിക്കിലോ ഒക്കെ എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. അടുത്തത് നമ്മൾ ഇപ്പോൾ ഡ്രാമയും മ്യൂസിക്കും ഒക്കെ പറഞ്ഞതുപോലെ 10ാമതായിട്ട് അവർ ചോദിച്ചേക്കുന്നത് സ്പോർട്സിലോ ഗെയിംസിലോ നമുക്ക് എന്തെങ്കിലും യോഗ്യതകളുണ്ടെങ്കിൽ അതും നമുക്കിതുപോലെ ഫില്ല് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ കാൻഡിഡേറ്റ് വാസ് എ മെമ്പർ ഓഫ് NCCO ACCO സ്കൗട്ട് ഗൈഡ്സ് ഇങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ അഡ്രസ് ഫോർ ട്രെയിനിങ് സെൻറ്റർ ഓപ്റ്റഡ് ഫോർ അഡ്മിഷൻ, നമ്മൾ ഏത് ട്രെയിനിങ് കോളേജിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അവിടെ പേര് സ്പെസിഫൈ ചെയ്യണം. അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റുകൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നതെന്നുള്ളത് നമ്മളിവിടെ ടിക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ അവസാനം നമ്മൾ പേരും എഴുതി സിഗ്നേച്ചറും ചെയ്യണം. ഇപ്പോൾ ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒക്കെ ഇല്ലാത്തവർക്കും അധ്യാപകരാകാനും ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താനുമുള്ള നല്ലൊരു മാർഗമാണ് നഴ്സറി ടീച്ചർ എന്ന് പറയുന്നത്. ഇതുവരെയും PSCയിൽ നിന്ന് നമുക്ക് നഴ്സറി ടീച്ചർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് വളരെ കൃത്യമായിട്ട് പോസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ജോലി സാധ്യത നമ്മുടെ മുന്നിൽ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ മാർക്കൊക്കെ വളരെ കുറവായിട്ടുള്ള കുട്ടികൾക്ക് പോലും ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള നല്ലൊരു അവസരമാണ്. ഏവരും ഇത് ഉപയോഗപ്പെടുത്തുക. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.